पैसा निकाल तब पत्ता. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് വീഡിയോ സംബന്ധം നോക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ഇപ്പം എൻ്റെ മനസ്സിലോട്ട് വന്നൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ എന്തായാലും കാണരുത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ കുഴപ്പമില്ല, പക്ഷേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ എന്തായാലും കാണരുത്. തുപ്പി അതിനകത്തോട്ട് ഇട്ടത് ഇനി അതും കഴിക്കണം. ഇതെല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരെ ഇന്ന സാധനം അല്ലെന്ന് ആലോചിക്കുമ്പോൾ എന്തോ പോലെ. അയ്യോ എന്റെ മോൻ ഏതാണ് ആറ്റിറ്റ്യൂഡ്. ഉത്തപ്പം വേണോ പിന്നെ ബോണ്ട വേണോ? എന്തായാലും വൃത്തികെട്ട വെള്ളം എന്തായാലും ആ കിടക്കുന്നത് അവൻ അതിട്ട് ആ പ്ലേറ്റ് എല്ലാം കഴുകുന്നത്. പിന്നെയൊക്കെ എന്തോ ചെയ്യാനാടാ, എന്തോ ഇങ്ങനെ വെച്ചേക്കുന്നത്. ആ വീഡിയോ എടുത്തോണ്ടിരുന്നവൻ ആ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവനെ തല നോക്കി ഒരെണ്ണം കൊടുക്കണ്ടായിരുന്നു. എന്തോ പറയാനിത്. पैसा निकाल तब पत्ता. सुबह 3:30 बजे आता है, आप बोलते अभी शुरू किया. ऐसा बात मत पूछिए जो अच्छा नहीं लगे. हमने आपको बोला लास्ट खत्म होने जा रहा है. പുള്ളി ഇരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് നോക്കി, ഒരു ശകലം വൃത്തിയില്ല. അത് ഇച്ചിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലതാണെങ്കിലും പറയായിരുന്നു. बाबू लोग का तरफ ध्यान रखा कर बेटा, इधर नहीं. बाबू लोग का तरफ क्या हाथ में किसके है क्या. ഇതൊക്കെ കേരളത്തിലുണ്ടെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഫ്ലോയിൽ ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നത്. അപ്പം ഇതുപോലൊന്നും ദൈവത്തെ ഒത്ത് ഫുഡിനോട് കാണിക്കാതിരിക്കാൻ. അനക്കെ സ്കൂൾ വിട്ട് തന്നെ ഇതുപോലെ വല്ല പാനിപ്പൂരും എല്ലാം കാണുവാണെങ്കിൽ കഴിക്കാനൊക്കെ ഓടി കയറും. ഇതുപോലൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതുപോലത്തെ കാര്യമൊന്നും ആരും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ എന്തായാലും ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിഞ്ഞൊക്കെ എന്തെങ്കിലും വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാവേ.